പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഡേവിഡും അവന്തികയും കൂടെ ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഡേവിഡാണെങ്കിൽ അവന്തികയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ ഏട്ടനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും ഒരു വിഷമം പോലെ ഞാനാണെങ്കിൽ സാറേ എന്ന് വിളിക്കുന്നത് കൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അവന്തിക പറയുന്നുണ്ട്, അപ്പം എൻ്റെ മോളെ എന്ന് വിളിക്കുന്ന കണക്ക് ഏട്ടൻ്റെ മോനെ എന്ന് വിളിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഡേവിഡ് പറയുന്നുണ്ട്, അതെന്തായാലും വേണ്ട മോളെ, കാര്യം വെച്ചാൽ ഞാൻ എന്തായാലും അബിക്കാണെങ്കിൽ ഇവിടുന്ന് സാറേ എന്ന് വിളിക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു ബഹുമാനം കൊടുത്ത് വിളിക്കുമ്പം അതേ ബഹുമാനം ഇവിടുത്തുള്ള സ്റ്റാഫുകളും കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എത്രയായാലും എൻ്റെ നാഗേന്ദ്രൻ സാറിൻ്റെ മോനല്ലേ അബി, അപ്പം അബിക്കാണെങ്കിൽ അപ്പം ആ ഒരു ബഹുമാനം എല്ലാവരിൽ നിന്നും കിട്ടണമെന്നൊക്കെ നമ്മൾ ഡേവിഡ് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവന്തികയും ഡേവിഡും കൂടെ ഇങ്ങനെ നമ്മൾ അബിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ അബിയാണെങ്കിൽ ഡേവിഡിൻ്റെ ക്യാബിലോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അവന്തികയായിട്ട് വീഡിയോ കോൾ വിളിക്കുകയാണല്ലോ. അപ്പോൾ ആ സമയം നമ്മൾ അവന്തികയുടെ ആ ഒരു സൗണ്ടും ആ ഒരു സംസാരമൊക്കെ നമ്മൾ അബി കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ അബിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും അവന്തികയാണ് ഡേവിഡിനെ വിളിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അബിക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അബി വരുന്നത് കണ്ടിട്ട് നമ്മൾ ഡേവിഡാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡേവിഡിന് ഒരു സംശയം, ഇനി അബി കണ്ടോ, ഇനി അവന്തികയാണെന്ന് കണ്ടോ എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ നമ്മൾ ഡേവിഡിനുണ്ട്. അപ്പോഴത്തേക്ക് അതറിയാൻ വേണ്ടി നമ്മൾ ഡേവിഡാണെങ്കിൽ അബിയെടുത്ത് ചോദിക്കുന്നുണ്ട്, സാർ എന്തെങ്കിലും കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അബി പറയുന്നേ ഇല്ല, ഞാനൊന്നും കണ്ടില്ല, എന്തോ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡേവിഡാണെങ്കിൽ കുറച്ച് ആശ്വാസമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്തായാലും അവന്തികയെ അബി കണ്ടില്ല എന്നൊക്കെ ഉള്ളൊരു ആശ്വാസമൊക്കെ നമ്മൾ ഡേവിഡിന് വരുന്നത്. അങ്ങനെ ഡേവിഡ് പറയുന്നുണ്ട്, അതല്ല ഞാനൊരു പുതിയൊരു ബിസിനസ്സിൻ്റെ കാര്യങ്ങളാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് സാർ അത് കണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അബി പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനും ഇങ്ങോട്ട് വന്നത്. എന്തായാലും നമ്മളെ ബിസിനസ്സാണെങ്കിൽ ഇനി കുറച്ചൊക്കെ മാറ്റങ്ങളതെല്ലാം നമുക്ക് വരുത്തി കൊണ്ട് വരണം. എന്തായാലും ഇനിയിപ്പോൾ ഓണവും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ടല്ലോ. ആ സമയത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് ഡിസൈൻസ് ആയാലും എല്ലാം കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനിയിപ്പം നവ്യയെ മോഡലിങ്ങിൽ നിന്ന് മാറ്റാമെന്നൊക്കെയാണ് ഇങ്ങനെ ആലോചിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നവ്യ എന്തായാലും പരസ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ. ഇപ്പം നമുക്ക് തൽക്കാലം നവ്യയെ മാറ്റിയിട്ട് വേറൊരു മോഡലിങ്ങിനെ കൊണ്ടുവരണമെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഡേവിഡ് പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഡേവിഡ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അബിക്കാണെങ്കിൽ ഇപ്പം എങ്ങനെയെങ്കിലും നവ്യ അവിടുന്ന് ഒഴിവാക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് നമ്മൾ അബി ഇപ്പം ശ്രമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ അബിയെടുത്താണെങ്കിൽ ഡേവിഡ് പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ആലോചിക്കാൻ, നമുക്ക് സമയമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ഡേവിഡ് പറഞ്ഞ് നമ്മൾ അബി അവിടെ നിന്നൊക്കെ വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അബി അങ്ങ് പോകുന്ന സമയത്ത് നമ്മൾ ഡേവിഡിനെ ആണെങ്കിൽ ഒരു സംശയത്തോടൊക്കെ നമ്മൾ അബി നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അബിക്ക് മനസ്സിലായി വിളിച്ചത് അവന്തിക തന്നെ ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനിയിപ്പം അവന്തികയും ഡേവിഡുമായിട്ട് എന്താ ഒരു കണക്ഷൻ എന്നൊക്കെ ഉള്ള ഒരു സംശയമൊക്കെ നമ്മൾ അബിയുടെ മനസ്സിൽ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നവ്യ മുഖേനയാണോ ഡേവിഡും പിന്നെ അവന്തികയായിട്ടൊക്കെ പരിചയം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അബി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അബിയാണെങ്കിൽ നമ്മൾ ജലജയെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ജലജയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അവൾ അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ജലജ ചോദിക്കുന്നുണ്ട്, നീ ആരെ കാര്യമാണ് ചോദിക്കുന്നതെന്ന്, നീ നവ്യയുടെ കാര്യമാണോ ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട്, ഞാൻ നവ്യയുടെ കാര്യമല്ല ചോദിച്ചത്, എൻ്റെ അനിയത്തി ഉണ്ടല്ലോ അവന്തിക, അവളെ കാര്യം ചോദിക്കുന്നത് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജലജ പറയുന്നുണ്ട്, അവളിവിടെ ഇല്ല, അവൾ നീ പോയതിൻ്റെ തൊട്ട് പിറക്കി അവൾ പോയതാണ്, പക്ഷേ പിന്നെ ഇതിരിക്കും ഇത്രയും നേരമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നീ എന്താ ഇപ്പോൾ അവളെ കാര്യം ചോദിക്കുന്നത്, അപ്പം അബി ചോദിക്കുന്നുണ്ട്, അമ്മ വിളിച്ച് തിരക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ജലജ പറയുന്നില്ല, ഞാനൊന്നും വിളിച്ച് തിരക്കിയില്ല, അവളെന്തായാലും തെറ്റായ വഴിയിലൂടെ ഒന്നും അവൾ പോകത്തില്ല, അതെനിക്ക് ഉറപ്പുണ്ട്, അവളെന്തായാലും തിരിച്ചുടനെ ഇങ്ങോട്ട് തന്നെ വന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇപ്പോൾ അവന്തികയെക്കുറിച്ച് തിരക്കി വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അഭി പറയുന്നത്, ഒന്നുമില്ല, ഞാനൊരു ജോലിയിലൊക്കെ ജോയിൻ ചെയ്തതല്ലേ, അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു, അങ്ങനെ ആ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യമൊക്കെ സംസാരിക്കാൻ വേണ്ടി അവളെ തിരക്കിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ജലജ പറയുന്നത്, ആ ശരി, ഇപ്പം നീ ആ ഗിഫ്റ്റ് കൊടുക്കേണ്ട അവൾക്കല്ല, നിൻ്റെ അമ്മയെ എനിക്ക് വേണ്ടി നീ ഗിഫ്റ്റ് തരാൻ ആദ്യം അമ്മയെ പരിഗണിച്ചിട്ടല്ലേ പിന്നെ പെങ്ങളെയൊക്കെ പരിഗണിക്കുന്നതെന്നൊക്കെ നമ്മൾ ജലജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അഭി പറയുന്നുണ്ട്, അത് ഞാൻ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങി തരാറുണ്ടല്ലോ, ഇനിയിപ്പം കുറച്ച് ഞാൻ എൻ്റെ പെങ്ങൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഭിയാണെങ്കിൽ ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അഭിയുടെ മനസ്സിൽ ഇങ്ങനെ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ അവന്തികയും നമ്മൾ ഡേവിഡുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെയുള്ള കാര്യം അവർ സംസാരിക്കുന്നത് പറഞ്ഞാൽ അച്ഛനും മോളും സംസാരിക്കുന്ന രീതിയിലൊക്കെയാണല്ലോ ഇവർ സംസാരിക്കുന്നത്. അപ്പം ഇവർ തമ്മിൽ എന്താണ് ബന്ധം, ഇവിടെ എന്തൊക്കെ ദുരൂഹതകളൊക്കെ ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എന്തായാലും കണ്ടുപിടിച്ച് പറ്റത്തുള്ളൂ എന്നുള്ള തീരുമാനത്തിലൊക്കെ നമ്മൾ അഭിയാണെങ്കിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലിനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.